കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും പ്രാദേശികമായി കൂടുവിട്ട് കൂടുമാറുന്ന ഒരു സീസണാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്നലെ വരെ പ്രവർത്തിച്ച പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്ന നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എങ്കിൽ കൂടിയും തങ്ങൾ എതിർക്കുന്ന സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പരാജയപ്പെടുത്തുവാനായി പലരും റിബർ സ്ഥാനാർത്ഥികളായും രംഗത്തിറങ്ങാറുണ്ട്. ചിലപ്പോഴൊക്കെ നേരിട്ട് രംഗത്ത് വരാതെ റിബൽ സ്ഥാനാർത്ഥികളെ ഇറക്കി പാർട്ടിയിലെ എതിരാളികളെ ഒതുക്കുന്ന പ്രവണതയും പ്രാദേശിക നേതാക്കൾ പല പാർട്ടികളിലും കാണിക്കാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം കേവലമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലാതെ, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയല്ലാതെ ആദർശപരമായ ചില നിലപാടുകളുടെ പേരിലും ആളുകൾ പാർട്ടികൾ മാറാറുണ്ട് എന്ന വസ്തുതയും നാം മറന്നു പോകരുത്. അത്തരത്തിലൊരു ചുവടുമാറ്റമാണ് ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സംഭവിച്ചത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPI പ്രതിനിധിയായി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത്. യഥാർത്ഥത്തിൽ ഈ വനിതാ നേതാവിന്റെ ചുവടുമാറ്റത്തിന് പിന്നിൽ കേവലമായ സ്ഥാനാർത്ഥി മോഹമല്ല എന്നതാണ് വസ്തുത. നേരെ മറിച്ച് CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളും അവർ നേരിടേണ്ടി വന്നിട്ടുള്ള വേട്ടയാടലുകളും ഒരു പോരാട്ടത്തിന് അവരെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു. അത്തരമൊരു പോരാട്ടത്തിനുള്ള വേദി എന്ന നിലയിലേക്കാണ് അവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചുവടുമാറിയത്. ശ്രീനാദേവി കുഞ്ഞമ്മ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുകയും CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമാകുകയും ചെയ്തതിനു ശേഷം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന ചില പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളിൽ കൈക്കൊണ്ടത്. കൃത്യമായി പറഞ്ഞാൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനെതിരെ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആധികാരികമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് CPI സംസ്ഥാന നേതൃത്വത്തിന് ഇവർ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ട് ഈ തെളിവുകൾ ആധികാരികമാണെന്ന് തിരിച്ചറിഞ്ഞ് CPI സംസ്ഥാന നേതൃത്വം AP ജയനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുകയും പാർട്ടിയിൽ തരം താഴ്ത്തുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകളുടെ മൗനാനുവാദത്തോടെ പ്രാദേശികമായി തന്നെ പിന്തുണയ്ക്കുന്നവരുടെ പിന്തുണയോടുകൂടി അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ശ്രീനാദേവിയെ വേട്ടയാടുന്ന AP ജയനെയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. CPIക്കുള്ളിൽ അവർ വെറുതെ അങ്ങ് ഒതുക്കപ്പെടുകയായിരുന്നില്ല. അവർക്ക് അർഹമായ, അവർക്ക് പറഞ്ഞു വെച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി അവർക്ക് നിഷേധിച്ചു എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. നേരെ മറിച്ച് കയ്യേറ്റം, ഭവനഭേദനം, മോഷണശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ AP ജയന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് പോലീസ് ശ്രീനാദേവിയെ അഹിതമായി പ്രതി ചേർക്കുകയും അവരെ കുറ്റക്കാരി എന്ന് വിധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. നീണ്ട നിയമ പോരാട്ടങ്ങൾ നടത്തി മുഖ്യമന്ത്രിയെ അടക്കം സമീപിച്ച് പുനരന്വേഷണം നടത്തിയാണ് ശ്രീനാദേവി ഈ ക്രിമിനൽ കേസുകളിലൊക്കെ തന്റെ നിരപരാധിത്വം തെളിയിച്ചെടുത്തത്. പിന്നീടും ശ്രീനാദേവിക്കെതിരെ വ്യാപകമായ സൈബർ അറ്റാക്കുകൾ ഉണ്ടായി. ശ്രീനാദേവിക്കെതിരെ ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അവർക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടവുമായി ശ്രീനാദേവിയെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കഥ പുറത്തു വരുന്നതിന് കാരണം അവർ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വന്നപ്പോൾ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. മാങ്കൂട്ടം ലൈംഗിക അപവാദവുമായി ബന്ധപ്പെട്ട് ചില മുഖ്യധാരാ ചാനലുകൾ ഇല്ലാത്ത ഇരയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന അഭിപ്രായമാണ് അന്ന് ശ്രീനാദേവി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരാ തുറന്നെഴുത്ത് നടത്തിയത്. ഒരു പ്രമുഖ വാർത്താ മാധ്യമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചാനലിൽ നിന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തക രാഹുൽ വിവാദം കത്തി നിന്ന സമയത്ത് ശ്രീനാദേവിയെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. അന്ന് അവർ പറഞ്ഞത്, ആണുങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊള്ളൂ. രാഹുലിന്റെ പീഡനത്തിനിരയായ വ്യക്തിയാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. ഈ അനുഭവങ്ങൾ തുറന്നു പറയുവാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ തനിക്ക് അത്തരം യാതൊരു തിക്താനുഭവങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രമുഖ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തക തന്നെ ഫോണിൽ വിളിച്ച് ഇരയായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ച അധാർമികതയാണ് ശ്രീനാദേവി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദ്യം ചെയ്തത്. എന്നാൽ CPIയുടെ വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ച് രംഗത്തെത്തി എന്ന രീതിയിലാണ് ഇടതു വലത് കേന്ദ്രങ്ങൾ അന്ന് ഈ പ്രചരണം നടത്തിയത്. ശ്രീനാദേവിയെ താറടിച്ച് കാണിക്കാനാണ് CPIയും CPMും ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയുടെ സൈബർ സഖാക്കൾ ഈ അവസരം വിനിയോഗിച്ചതെങ്കിൽ രാഹുലിനെ ന്യായീകരിക്കാനായിട്ടായിരുന്നു UDF പ്രാളയങ്ങൾ ഈ കഥ പ്രചരിപ്പിച്ചത്. ആത്യന്തികമായി ശ്രീനാദേവിക്ക് വ്യക്തിപരമായി വലിയ കളങ്കമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഏറ്റവും തരം താഴ്ന്ന ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈബർ കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തതിന് ശേഷം തന്നെ സമീപിച്ച ചാനൽ ഏതാണ് എന്ന് ശ്രീനാദേവി വെളിപ്പെടുത്തിയിരുന്നു.
ആദ്യഘട്ടത്തിൽ ഈ ചാനലിനെ കുറിച്ച് അവർ വെളിപ്പെടുത്താതിരുന്നത് തന്റെ മര്യാദയുടെ പേരിലാണ് എന്ന് പറഞ്ഞ ശ്രീനാദേവി പിന്നീട് സഹികെട്ടപ്പോൾ കോൺഗ്രസിന്റെ സംരക്ഷണയിൽ എത്തിയപ്പോഴാണ് ചാനൽ ഏതാണെന്ന് തുറന്നു പറഞ്ഞത്. ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ട്രീ കട്ടർ ചാനൽ എന്ന് ജനങ്ങൾ പരിഹസിക്കുന്ന റിപ്പോർട്ടർ ചാനൽ തന്നെയായിരുന്നു ശ്രീനാദേവിയെ വിളിച്ചതും രാഹുലിന്റെ ഒരു ഇരയായി അവരെ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചതും. എന്നാൽ റിപ്പോർട്ടർ ചാനലിന് ഈ വിവരം എവിടുന്ന് കിട്ടി എന്ന ഞങ്ങളുടെ അന്വേഷണം ചെന്നു നിൽക്കുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളിലാണ്. റിപ്പോർട്ടർ ചാനൽ എത്രമാത്രം അധപതിച്ച മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നതാണ്. യഥാർത്ഥത്തിൽ ശ്രീനാദേവിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നതിനപ്പുറം വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടുപേരും ഒരേ സമുദായത്തിൽപ്പെട്ടവരായതിനാൽ തന്നെ ഒരു കല്യാണ ബ്രോക്കർ വഴി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാഹാലോചന ശ്രീനാദേവിക്ക് വരികയും ചെയ്തു. ഇരു കുടുംബങ്ങളിലും ഈ വിഷയം ചർച്ചയായതാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ വിവാഹാലോചന ഉപേക്ഷിക്കുകയായിരുന്നു. ഇത്തരത്തിൽ മോഹഭംഗം വന്ന ഒരു കല്യാണ ബ്രോക്കറിൽ നിന്ന് ലഭിച്ച വിവരമാണ് പൊടിപ്പും തൊങ്ങലും വെച്ച് രാഹുലിനെതിരെ ഒരു പീഡന കഥയായി ചിത്രീകരിക്കുവാൻ റിപ്പോർട്ടർ ചാനൽ ശ്രമിച്ചത് എന്ന വസ്തുത യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ രംഗത്തിന് തന്നെ അപമാനമാണ്. ആരെങ്കിലും ഒരേ സമുദായത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ തമ്മിൽ, വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ കുടുംബങ്ങൾ അറിഞ്ഞ് ഒരു വിവാഹാലോചന നടന്നാൽ അത് പീഡനമായി മാറും എന്ന നിലയിലേക്ക് ഭാവന കൊണ്ട് കഥകൾ നെയ്ത് അതിലേക്ക് വ്യാജമായ ഒരു ഇരയെ പ്രതിഷ്ഠിക്കുവാൻ ശ്രമിച്ച റിപ്പോർട്ടർ ചാനലിലെ ഈ ശ്രമങ്ങൾ രാഹുലിനേക്കാൾ മുറിവേൽപ്പിക്കുന്നത് അവിവാഹിതയായ യുവ വനിതാ നേതാവിനെയാണ് എന്ന വസ്തുത കേരളം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതാണ്. അവരെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ രാഹുലുമായി കൂട്ടിച്ചേർത്ത് വെച്ച് നിരവധി നിറം പിരിപ്പിച്ച കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇവർ വളച്ചൊടിച്ചു ഉപയോഗിക്കുന്നത് ശ്രീനാദേവി മാധ്യമ ലോകത്തെ അധാർമികത വെളിപ്പെടുത്തിക്കൊണ്ട് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണെന്നുള്ളതാണ് വസ്തുത. എന്നാൽ കേവലമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി, രാഷ്ട്രീയ എതിരാളികളെ തച്ചുടയ്ക്കുവാൻ വേണ്ടി രാഷ്ട്രീയക്കാർ സൈബർ ലോകത്ത് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് തീർത്തും അപമാനകരമാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറം ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യമാണ് റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറയാതെ വയ്യ. റിപ്പോർട്ടർ ടിവിക്കെതിരെ ശ്രീനാദേവിക്ക് മാനനഷ്ട കേസല്ല, നേരെ മറിച്ച് മാനസികമായി പീഡിപ്പിച്ചതിന് കേസ് കൊടുക്കുവാൻ ഗ്രൗണ്ട് ഉള്ള ഒരു വിഷയമാണിത്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് നിരവധി കല്യാണാലോചനകൾ വരാം. അതിലൊരു കല്യാണാലോചനയിൽ കേന്ദ്ര കഥാപാത്രമായി പുരുഷന് എന്തെങ്കിലും ഒരു ക്രമക്കേട് അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നാൽ അതിനെ ചൊല്ലി അയാൾക്ക് കല്യാണം ആലോചിച്ച എല്ലാ പെണ്ണുങ്ങളെയും ഇരകളായി ചിത്രീകരിക്കുവാനുള്ള ഏറ്റവും വൈകൃത്യം നിറഞ്ഞ മനോഭാവമാണ് റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആത്മാഭിമാനമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഈ സമീപനങ്ങളെ അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല എന്നതാണ് വസ്തുത. എന്നിരുന്നാൽ പോലും ഉപജീവനത്തിന് വേണ്ടി ഈ മാധ്യമ സ്ഥാപനത്തിലും നിരവധി പ്രമുഖ ജേർണലിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നാം മറന്നുകൂടാ. പക്ഷേ ചാനൽ ഉടമകളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് തങ്ങളുടെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരിനെ സംരക്ഷിക്കുവാനും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികളെയും രാഷ്ട്രീയ പാർട്ടികളെയും സംരക്ഷിക്കുവാനും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അപവാദ കഥകൾ പ്രചരിപ്പിക്കുക എന്നതാണ്. ഇതിനുവേണ്ടി ഇടതുചേരിയുടെ വക്താക്കളായ നിരപരാധികളായ രാഷ്ട്രീയ പ്രവർത്തകരെ പോലും അവർ കരുക്കളാക്കുന്നു എന്നുള്ളത് CPM-നും CPI-ക്കും പുനർവിചിന്തനം നൽകേണ്ടുന്ന ഒരു വിഷയമാണ്. ഏതൊക്കെയാണെങ്കിലും ആന്റോ അഗസ്റ്റിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടുകച്ചവടക്കാരായ സഹോദരങ്ങളുടെയും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുവാനും മറപിടിക്കുവാനും അവർ വാങ്ങിയെടുത്ത റിപ്പോർട്ടർ ടിവിയെ ഉപയോഗിച്ച് മാധ്യമ സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിൽ സാക്ഷര കേരളത്തിന്റെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാനുള്ള ജാഗ്രത കേരള സമൂഹവും ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹവും പുലർത്തേണ്ടതാണ്. CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ഇതര ചെറുകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഈ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് അകലം സ്ഥാപിച്ചില്ല എങ്കിൽ വലിയ ദുരന്തങ്ങളാവും ഏറ്റുവാങ്ങേണ്ടി വരിക. പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും ഹണി ട്രാപ്പിൽ പോലും പെടുത്തുവാൻ മടിയുണ്ടാവില്ല റിപ്പോർട്ടർ ടിവിക്ക് എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.